ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് റിയൽ എസ്റ്റേറ്റ് മാസ്റ്റർ ക്ലാസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം 2025 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് സെക്ടറൊക്കെ 9%-ലധികം CAGR വളരുന്നത്. അപ്പോൾ ഇത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യൻ GDP-യിലേക്ക് 15.5% കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഗ്രോത്ത് ട്രെൻഡൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താണ് പോപ്പുലർ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാനുവരി മുതൽ മാർച്ച് 2025 വരുന്ന മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് $1.3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലഭിച്ചത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ റിയൽ എസ്റ്റേറ്റ് എന്താണ് പോപ്പുലർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം നമുക്കിവിടെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് റിയൽ എസ്റ്റേറ്റിന്റെ ബേസിക്സ് തന്നെ തുടങ്ങാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വീടുകളും അപ്പാർട്ട്മെന്റുകളും മാത്രമൊന്നല്ല വരുന്നത്. റിയൽ എസ്റ്റേറ്റ് 4 മെയിൻ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾ അപ്പാർട്ട്മെന്റുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ ഞാൻ ഒരു വീട് വാങ്ങുവാണ്. അത് ഞാനിപ്പോൾ റെന്റിന് കൊടുത്താൽ പോലും അതെന്താണ്, അതൊരു റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇനി രണ്ടാമത് വരുന്നത് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊമാറ്റോ ഒരു സ്പേസ് വാങ്ങുവാണ് അവർ ഓഫീസ് പണിയാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇൻഡസ്ട്രിയൽ സ്പേസ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്പേസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐക്ക് അവരുടെ ഷോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്പേസ് അവർ എടുക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് പറയുക, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ ഐക്ക് അവർ ഫർണിച്ചർ പണിയാനായിട്ട് സ്പേസ് അവർ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താണ് പറയുക, അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്പേസ് എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ്, വെയർ ഹൗസിങ് ഇതുപോലത്തെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടീനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് ലാൻഡ് ആണ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു എംപ്റ്റി സ്പേസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, നമുക്ക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പണിയാം. ഇപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കും. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിൽ വരാറുണ്ട്. അതായത് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡിലേക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം നമ്മൾ എന്താണ് ഫുള്ളി ഇൻകം ടാക്സിന് എക്സംപ്റ്റഡ് ആണ്. അപ്പം നമ്മളിപ്പോൾ ലാൻഡ് എന്നുള്ള സെഗ്മെന്റിലേക്ക് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ റിയൽ എസ്റ്റേറ്റ് നമ്മൾ എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മളാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതികളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ രീതികൾ എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതാണ് മെച്ചം, ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്കിനി നോക്കാം. ഇന്നിപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതികളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിയ വിലയിനേക്കാളും കൂടുതൽ വിലയ്ക്ക് നമ്മൾ വിൽക്കുമ്പോൾ എന്താണ്, നമുക്ക് അതിനൊരു പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അത് നമ്മൾ റെന്റിന് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് റെന്റൽ ഇൻകം കിട്ടും. ആ റെന്റൽ ഇൻകം എന്താണ്, നമ്മുടെ റിട്ടേൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഇന്ന് നമ്മൾ വാങ്ങണമെങ്കിൽ നമുക്ക് വലിയൊരു തുക നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ആളുകൾ പൊതുവെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ഫൈനാൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹോം ലോൺ എടുത്തിട്ടാണ് ഫൈനാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഹോം ലോണിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒരു 8 മുതൽ 8.5% വരെയൊക്കെയാണ്. അപ്പം ഈ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കേസ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു 80 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 30% ഞാൻ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് 80 ലാഖിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 24 ലാഖ് ഞാൻ എന്താണ് ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണ്. ബാക്കി 70% ലോൺ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് 80 ലക്ഷത്തിൻ്റെ 70% കഴിഞ്ഞാൽ 56 ലക്ഷം രൂപ ഞാൻ 8% ഇൻട്രസ്റ്റ് റേറ്റിൽ 20 വർഷത്തേക്ക് ലോൺ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ നമ്മുടെ മന്ത്ലി EMI വരുന്നത് മാസം 44,000 രൂപയാണ്. ഇനിയിപ്പം ഇങ്ങനെ വാങ്ങിയൊരു പ്രോപ്പർട്ടി ഞാൻ അടുത്ത 20 വർഷത്തേക്ക് റെന്റിന് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം 20 വർഷത്തേക്ക് എൻ്റെ ടോട്ടൽ റെന്റൽ ഇൻകം വരുന്നത് 62,40,000 രൂപയാണ്. ഇപ്പം ബാംഗ്ലൂരിലത്തെ എന്താണ് പ്രോപ്പർട്ടി പ്രൈസ് 10 വർഷത്തിൽ 8.98% അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 20 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ 87,12,000 രൂപയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഞാൻ റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, എത്ര, 62,40,000 രൂപ. അതുപോലെ തന്നെ എനിക്കിവിടെ സെയിൽ വാല്യൂ ലഭിച്ചിട്ടുണ്ട് 87,12,000 രൂപ. അപ്പോൾ അതാണ് എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ടോട്ടൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,49,00,000 രൂപയാണ്.
ഇനി ഇവിടുത്തെ എൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ലോൺ റീപേ ചെയ്തത് നമ്മുടെ കോസ്റ്റാണ്. അപ്പോൾ ഇത് ടോട്ടൽ നമുക്ക് വരുന്നത് 1,68,00,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇതിൽ ഏത് സൈഡാണ് കൂടുതൽ, കോസ്റ്റ് ആണല്ലേ കൂടുതൽ. അപ്പം നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്രയാണ് 19 ലക്ഷം രൂപ ഇവിടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത്. നമുക്ക് താമസിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നമുക്ക് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് റെന്റ് ചാർജ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ റെന്റ് ചാർജ് ചെയ്യുന്നത് 20,000 രൂപയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ പോയിട്ട് 40,000 രൂപ റെന്റ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ എന്താണ് എപ്പോഴും നമുക്കൊരു വാടകക്കാരനെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് നമുക്കിപ്പോൾ എന്താണ് വേക്കൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ EMI മെയിൻ്റെനൻസ് ചാർജൊക്കെ നമ്മുടെ പോക്കറ്റിൽ നമുക്ക് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എന്താണ് ലോങ് ജസ്റ്റേഷൻ പീരീഡ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് ആണ്. സോ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ REITs ആണ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അപ്പോൾ REITs എന്ന് പറയും, അതുപോലെ നമ്മൾ REITs എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് REITs എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കേസിൽ എങ്ങനെയാണ്, നമ്മളാണ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഫൈനാൻസ് ചെയ്യുന്നതും ഒക്കെ അല്ലേ. പക്ഷേ REITയുടെ കേസിൽ നമ്മൾ പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയോ മാനേജ് ചെയ്യുകയോ ഫൈനാൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ REIT കമ്പനികളാണ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, ഫൈനാൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ്സ് മാത്രം ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് REITs എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റ്. ഇപ്പം REIT നിങ്ങൾക്ക് എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. മ്യൂച്വൽ ഫണ്ട് പോലെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് ചെയ്യുന്നത്, നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത ക്യാഷ് കമ്പനികളുടെ സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ REITയുടെ കേസിലും ഇതുപോലെ തന്നെയാണ്, നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യും. അപ്പം അങ്ങനെ കളക്ട് ചെയ്യുന്ന ക്യാഷ് എന്താണ് കമ്പനികളുടെ സ്റ്റോക്സിലേക്കല്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ റിയൽ എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ആക്ച്വലി യൂണിറ്റ്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, നമ്മളിവിടെ പ്രോപ്പർട്ടി നമ്മളിവിടെ ഓൺ ചെയ്യുന്നില്ല. അപ്പം REITs എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് യൂണിറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഈ REIT കമ്പനികൾ ഇൻകം ജനറേറ്റിംഗ് റിയൽ എസ്റ്റേറ്റ്, അതായത് ഇപ്പം മാൾ, ഹോസ്പിറ്റൽ, ഓഫീസ് സ്പേസിലേക്കൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി പ്രോപ്പർട്ടി വാങ്ങും, ആ വാങ്ങുന്ന പ്രോപ്പർട്ടി അവർ റെന്റിന് കൊടുത്ത് അതിൽ നിന്ന് അവർ റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ റെന്റൽ ഇൻകമാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റവന്യൂ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോമിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും. ഇന്ത്യയിൽ നമുക്കിപ്പം 4 തരത്തിലുള്ള REITs ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ആദ്യത്തെ ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് ആണ്. രണ്ടാമത്തെ എംബസി ഓഫീസ് പാർക്സ് REITs. മൂന്നാമത്തെ മൈൻഡ്സ്പേസ് ബിസിനസ് പാർക്ക് REITs. നാലാമത്തെ നെക്സസ് സെലക്ട് ട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റിൽ ഞാനിപ്പോൾ 10 യൂണിറ്റ്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം 5 മെയ് 2025 എന്താണ് ഒരു യൂണിറ്റിന് 5.25 വെച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ 5.25 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന എന്തൊക്കെയാണ്, ഡിവിഡൻഡ് വരുന്നുണ്ട് 0.54, ഇൻട്രസ്റ്റ് വരുന്നുണ്ട് 2.01, ഷെയർ ഹോൾഡർ ലോൺ 2.70. അങ്ങനെയാണ് ടോട്ടൽ 5.25 പെർ യൂണിറ്റ് അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ 10 യൂണിറ്റ്സ് അല്ലേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 10 യൂണിറ്റ്സിന് നമുക്ക് 5.25 വെച്ച് നമുക്ക് കിട്ടും. അതായത് 52.50 നമ്മൾ പാസീവിൽ ഇവിടെ നമ്മൾ ഏൺ ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 500 യൂണിറ്റ്സ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 500 യൂണിറ്റ്സ് ഇൻറ്റു 5.25, അതായത് 2,625 റുപ്പീസ് നമ്മളിവിടെ പാസീവിൽ നമ്മളിവിടെ ഏൺ ചെയ്തു. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള REIT യൂണിറ്റ്സ് നമ്മൾ വിറ്റിട്ടും നമുക്ക് അതിൽ നിന്നാണ് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 24 മാർച്ച് 2025 എംബസി ഓഫീസ് പാർക്ക് REITs നമ്മൾ 356.37 രൂപയ്ക്ക് നമ്മളിവിടെ വാങ്ങുവാണ്. അപ്പം അങ്ങനെ വാങ്ങിയ യൂണിറ്റ്സ് നമ്മൾ 26 മെയ് 2025 നമ്മൾ 391.72 രൂപയ്ക്ക് നമ്മൾ വിൽക്കുവാണ്. അങ്ങനെ നമ്മളിത് വിറ്റിട്ട് നമ്മൾ എന്താണ് ഇവിടെ 35 രൂപ നമ്മൾ റിട്ടേൺ ജനറേറ്റ് ചെയ്തു. ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഇൻവെസ്റ്റേഴ്സിനും പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ അവർ ഓൺ ചെയ്യും.
ഇപ്പം ചില ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോം ഒക്കെ ഡയറക്റ്റ് ഓണർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം REITയുടെ കേസിൽ പറയുക എങ്ങനെയാണ്, REITയിൽ നമ്മൾ യൂണിറ്റ്സ് മാത്രമാണ് ഓൺ ചെയ്യുന്നത്, നമ്മൾ എന്താണ് അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മൾ ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ REIT അതുപോലെ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസസ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പം ഇത് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 2 കോടിയുടെ ഒരു പ്രോപ്പർട്ടി, അത് 10 ഫ്രാക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ഫ്രാക്ഷൻ ഇവിടെ വാങ്ങുവാണ്. അതായത് 2 കോടി ഡിവൈഡഡ് ബൈ 10, അതായത് 20 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് 2 കോടി എന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രാക്ഷൻ മിസ്റ്റർ എ ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഈ ഒരു പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിട്ട് വർഷം 12 ലക്ഷം രൂപ വെച്ചിട്ട് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ എയുടെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്, 12 ലക്ഷം ഡിവൈഡഡ് ബൈ 10, അതായത് 1,20,000 രൂപയാണ് മിസ്റ്റർ എയുടെ ഷെയർ ഇവിടെ വരുന്നത്. ഇനിയിപ്പം 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടി വാല്യൂ വരുന്നത് എന്താണ്, അപ്രീഷിയേറ്റ് ചെയ്തിട്ട് 2 കോടി എന്നുള്ളത് 2.5 കോടിയായിട്ട് മാറി. അപ്പോൾ മിസ്റ്റർ എയുടെ ഷെയർ വാല്യൂ എത്രയാണ് വരുന്നത്, 2.5 കോടി ഡിവൈഡ് ബൈ 10, അതായത് 25 ലക്ഷം രൂപയാണ്. അപ്പോൾ മിസ്റ്റർ എ ഇവിടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുമ്പോൾ എന്താണ്, എത്രയാണ് മിസ്റ്റർ എയുടെ പ്രോഫിറ്റ് കിട്ടുന്നത്, 5 ലക്ഷം രൂപയാണ് മിസ്റ്റർ എയുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. സോ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമായിരിക്കും, അതായത് എങ്ങനെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീഡിയം സെലക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീഡിയം നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ അസറ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അതിൽ ഏത് കാര്യമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ പല മെട്രിക്സ് നമ്മൾ ഇതിനായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ അവൈലബിലിറ്റി, റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി, അതുപോലെ ഫൈനാൻഷ്യൽ ഗോൾ. അതായത് ഞാനിപ്പോൾ ഒരു വീട് വാങ്ങുവാണ്, അപ്പോൾ ഒരു വീട് വാങ്ങിച്ചിട്ട് ഞാൻ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ക്യാഷ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്, അതായത് വലിയൊരു ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ നമുക്ക് ഇവിടെ റിസ്ക് ഉണ്ട്, അതുപോലെ നമ്മൾ ഫൈനാൻഷ്യൽ ഗോൾ ഇതെല്ലാം നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരുപാട് ക്യാഷ് എന്നുള്ളൊരു ഫാക്ടർ കാണുമ്പോൾ തന്നെ, അതായത് ക്യാപിറ്റൽ കാണുമ്പോൾ തന്നെ ചില ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കും ഇത്രയും ക്യാഷ് ഇടുന്നതിലും നമ്മളിപ്പോൾ റീറ്റ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഓണർഷിപ്പിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്നുള്ളത് നമുക്ക് തോന്നും. ഇനിയിപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം. അപ്പം അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ്, നഷ്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനാണ് ഇവിടെ സാധ്യതയുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല മെട്രിക്സ് നമ്മൾ കമ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം വരുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റിട്ടേൺ ആണ്. അതായത് നമ്മളൊരു അസറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ആക്ച്വൽ റിട്ടേണെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ REIT-A അതുപോലെ REIT-B. ഇപ്പോൾ REIT-Aന്ന് നമുക്ക് 5 ലക്ഷം രൂപ നമുക്ക് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ REIT-Bന്ന് നമുക്ക് 2 ലക്ഷമാണ് നമ്മൾ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിനും സെയിം ലെവൽ ഓഫ് റിസ്ക് ആണെങ്കിൽ ഏതാണ് നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, REIT-A ആണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്. ഇനിയിപ്പം അടുത്തൊരു മെട്രിക് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റേഷൻ പീരീഡ് ആണ്. അപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു അസറ്റിൽ നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ടൈം ഡ്യൂറേഷൻ ആണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 20 ലക്ഷത്തിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങുവാണ്. 20 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഈ ഒരു കേസിൽ എൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എത്രയാണ് വരുന്നത്, 20 വർഷമായിരിക്കും എൻ്റെ ജസ്റ്റേഷൻ പീരീഡ് ഈ ഒരു കേസിൽ. ഇനി അടുത്തൊരു മെട്രിക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റിൽ വരുന്ന ആക്ച്വൽ ഇൻക്രീസിനാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 പ്രോപ്പർട്ടി എ അതുപോലെ പ്രോപ്പർട്ടി ബി രണ്ടിൻ്റെയും കോസ്റ്റ് വരുന്നത് 20 ലക്ഷം രൂപയാണ്. എന്നാൽ 2025 ആയപ്പോഴേക്കും പ്രോപ്പർട്ടി എ 25 ലക്ഷം രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രോപ്പർട്ടി ബി 23 ലക്ഷം രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രോപ്പർട്ടി ബിനേക്കാളും പ്രോപ്പർട്ടി എ ആണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്. സോ ഇതുപോലെ പല മെട്രിക്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മെട്രിക്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് അനാലിസിസ് എന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ അതിനായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ അടുത്ത് അറിയേണ്ട ഒരു കാര്യം ടാക്സേഷൻ ആണ്. അപ്പോൾ ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ഇത് ടാക്സ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിവിടെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കിവിടെ ക്ലെയിം ചെയ്യാം. ഇനി നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ വിറ്റിട്ട് നമുക്കിപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടുവാണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ച് 24 മാസത്തിനുള്ളിൽ നമ്മൾ വിറ്റ് അത് നമ്മളൊരു പ്രോഫിറ്റ് നമ്മൾ നേടുവാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ എന്താണ് ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നത്, അതായത് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചായിരിക്കും ടാക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി 24 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിറ്റ് അത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുവാണ്. ആ ഒരു പ്രോഫിറ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 12.5% ടാക്സ് റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ കേസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് REIT നോക്കാം. അപ്പോൾ REITയിൽ റിട്ടേണിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ടാക്സ് വരുന്നത്. ഇപ്പോൾ ഡിവിഡൻഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ടാക്സ് ഫ്രീ ആണ്.
ഇപ്പം ഇൻട്രസ്റ്റിന്റെ കേസ് ആണെങ്കിൽ മാർജിനൽ ടാക്സ് റേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1,25,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ് അണ്ടർ സെക്ഷൻ 112A. ഇനിയിപ്പോൾ 1,25,000 മുകളിലാണെങ്കിൽ നമുക്ക് എന്താണ് 12.5% ഇവിടെ ടാക്സ് റേറ്റ് വരുന്നത്. അതായത് 1,25,000 വരെ നമുക്ക് യാതൊരു ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ട. 1,25,000 മുകളിൽ വരുന്ന എമൗണ്ടിന് മാത്രം നമ്മൾ 12.5% ഇവിടെ ടാക്സ് നമ്മൾ പേ ചെയ്യണം. അതായത് ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 1,25,000 വരെ നമ്മൾ യാതൊരു ടാക്സും പേ ചെയ്യേണ്ട. അതിൻ്റെ മുകളിൽ വരുന്ന അതായത് 75,000 രൂപയ്ക്ക് നമ്മൾ 12.5% ഇവിടെ ടാക്സ് നമ്മൾ പേ ചെയ്യണം. ഇനി നമുക്ക് ഫ്രാക്ഷണൽ ഓണർഷിപ്പിൽ എങ്ങനെയാണ് ടാക്സേഷൻ വരുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രാക്ഷണൽ ഓണർഷിപ്പിൽ റെന്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്രാക്ഷൻ നമ്മൾ സെല്ല് ചെയ്താൽ നമുക്ക് അതിൽ നിന്നൊരു ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കാം. ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാം, അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാം. അപ്പോൾ അതായത് ടാക്സ് റേറ്റിൽ അത് ടാക്സ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് താമസിക്കാനായിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട് വേണമെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളത്? നമുക്ക് വേണമെങ്കിൽ ഒരു വീട് പണിയാം, അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് റെന്റിന് നിൽക്കാം. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഏതാണ് നമുക്ക് എക്കോണമിക്കലി നമുക്ക് ബെസ്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബൈ വേഴ്സസ് റെന്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മണി കൺട്രോൾ അതിൽ ലേസസ് ഫോറസ് ഒരു പഠനം നടത്തി. അപ്പോൾ അവരുടെ പഠനം ഇതായിരുന്നു: ഇന്ത്യയിൽ പല സിറ്റികളിൽ നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് എത്ര മാസത്തെ റെന്റ് വേണ്ടി വരും, ഇതായിരുന്നു അവരുടെ സ്റ്റഡി. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്രകാരം ഇപ്പം ബാംഗ്ലൂർ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ നമുക്ക് 330 മാസം റെന്റ് നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഈ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത്. അപ്പം പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ EMI എന്താണ് റെന്റിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ ഇത് ഓരോ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഓരോ സിറ്റിയൊക്കെ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് ബൈ വേഴ്സസ് റെന്റ് നമുക്കൊന്നൊരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ മിസ്റ്റർ A ഉണ്ട്, അതുപോലെ മിസ്റ്റർ B ഉണ്ട്. അപ്പോൾ ഇവിടെ മിസ്റ്റർ A വിചാരിക്കുന്നതാണ് ഒരു വീട് വാങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. മിസ്റ്റർ B പ്ലാൻ ചെയ്യുന്നത് ഒരു വീട് നമ്മൾ വാടകയ്ക്ക് നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ A ഇവിടെ ഒരു കോടിയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങാനാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 20 ലക്ഷം രൂപ അദ്ദേഹം ഡൗൺ പേയ്മെന്റ് ചെയ്തൂടെ. മിസ്റ്റർ B എന്താണ് മാസം 40,000 രൂപ റെന്റിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ ബിയുടെ കേസിലും 20 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ മിസ്റ്റർ ബി ഇവിടെ എന്ത് ചെയ്തു? ആ 20 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ മിസ്റ്റർ എയുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് എന്താണ്? ഡൗൺ പേയ്മെന്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോൺ റീപേയ്മെന്റും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഒരു ഏകദേശം എന്താണ് 1,80,00,000 രൂപയാണ് മിസ്റ്റർ എക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇനി ബിയുടെ കേസിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് റെന്റ് ആണ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇയർലി നമ്മൾ എന്താണ് 5% ഇൻക്രിമെന്റ് നമ്മൾ റെന്റിൽ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 20 വർഷത്തേക്ക് ടോട്ടൽ റെന്റ് വരുന്നത് 1,10,00,000 രൂപയാണ്. അപ്പോൾ മിസ്റ്റർ എ 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ ഒരു ഫ്ലാറ്റ് 3 കോടി രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ മിസ്റ്റർ എയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 1,20,00,000 രൂപയാണ്. ഇനി മിസ്റ്റർ ബിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ 20 ലക്ഷം രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ടോട്ടൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തേക്കുന്നത് 4,32,00,000 രൂപയാണ്. അപ്പോൾ മിസ്റ്റർ ബിയുടെ കേസിൽ നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 3,22,00,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ബൈ വേഴ്സസ് റെന്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബി എന്താണ് എയിനേക്കാളും എക്സ്ട്രാ ഒരു 2,02,00,000 രൂപ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം റെന്റിന് നിൽക്കുമ്പോൾ നമ്മളിവിടെ വേറെ കുറച്ച് കോസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറുവാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റിംഗ് കോസ്റ്റ് നമുക്ക് ഇവിടെ വരാം, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വരാം, മെയിൻ്റെനൻസ് കോസ്റ്റ് വരാം, അങ്ങനെ പല കോസ്റ്റുകളും നമ്മൾ റെന്റിന് നിൽക്കുമ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെന്റിന് നിൽക്കുന്നത് ചിലപ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മാറാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബൈ വേഴ്സസ് കൺസ്ട്രക്റ്റ് ആണ്. അതായത് നമ്മളിവിടെ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് നമ്മളൊരു പ്ലോട്ട് വാങ്ങണം. അപ്പം അങ്ങനെ നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ താമസിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നമുക്ക് എന്താണ് നമുക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്ക് എടുക്കും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ വേറെ എവിടെയെങ്കിലും റെന്റിന് നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ താമസിക്കുമ്പോൾ എന്താണ് നമ്മൾ റെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2 വ്യക്തികൾ എ ആൻഡ് ബി. ഇവിടെ എ പ്ലാൻ ചെയ്യുന്നത് വീട് പണിയാനാണ്, ബി പ്ലാൻ ചെയ്യുന്നത് എന്താണ് വീട് വാങ്ങാനാണ്. അപ്പോൾ 2 പേരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. അപ്പോൾ ബി 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് വാങ്ങി അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എ ഇവിടെ എന്താണ് വീട് പണിയാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം 20 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പ്ലോട്ട് വാങ്ങി 20 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാനാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീട് പണിയാനായിട്ട് 2 വർഷത്തെ ഡ്യൂറേഷൻ വരും. അപ്പോൾ ആ 2 വർഷം 25,000 രൂപ റെന്റ് കൊടുത്ത് എ താമസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ എത്രയാണ് ടോട്ടൽ റെന്റ് അടയ്ക്കുന്നത്? 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ബൈ വേഴ്സസ് കൺസ്ട്രക്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് എക്സ്ട്രാ ഒരു 6 ലക്ഷം രൂപ ഇവിടെ നമുക്കൊരു കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അല്ലെങ്കിൽ നമുക്ക് റെന്റിന് നിൽക്കാനായിട്ട് പല ടൈപ്പ് പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആണ്.
അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള കുറച്ച് മേജർ ടൈപ്പ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നതാണ് സ്റ്റാൻഡ് അലോൺ അപ്പാർട്ട്മെന്റ്സ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ ടൗൺഷിപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാൻഡ് അലോൺ അപ്പാർട്ട്മെന്റ് വിത്ത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത്, അതായത് ലൈക്ക് ഇപ്പം ജിം, സ്വിമ്മിംഗ് പൂൾ, അതുപോലെ പാർക്ക്, ഇതുപോലെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പം സ്റ്റാൻഡ് അലോൺ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബിൽഡിംഗ് ആയിരിക്കും. അതായത് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞ പോലത്തുള്ള ഫെസിലിറ്റീസ് ഒന്നും ഓഫർ ചെയ്യാത്ത ഒരു സിംഗിൾ ബിൽഡിങ്ങിനെയാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ അപ്പാർട്ട്മെന്റ് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ അപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് കൂടുതൽ എക്സ്പെൻസീവ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബാംഗ്ലൂരിലത്തെ ഒരു പ്രൈം ലൊക്കേഷനായ വൈറ്റ് ഫീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 3 BHK ഇൻഡിപെൻഡന്റ് ഫ്ലോർ ബിൽഡിംഗ് കിട്ടണമെങ്കിൽ ഏകദേശം എത്രയാണ് 77 ലക്ഷം രൂപയാവും. പക്ഷെ ആ ഒരു സെയിം ലൊക്കേഷൻ തന്നെ ഇപ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് 1,13,00,000 മുതൽ മുകളിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ടൗൺഷിപ്പ് വിത്ത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സ്കൂൾ, ഹോസ്പിറ്റൽ എല്ലാം നമുക്ക് ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്താണ് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റിനേക്കാൾ ഇവിടെ എക്സ്പെൻസീവ് ആണ്. അപ്പം എല്ലാം ഒരു കുടക്കീഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റും നിങ്ങളുടെ ഹയർ ലെവലിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൗൺഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ വരുന്നത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുടിക്കട സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള മോണിറ്ററി ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ലയബിലിറ്റീസിന് ഈ ഒരു പ്രോപ്പർട്ടി ഫ്രീ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ലോണോ ലീഗൽ ഡിസ്പ്യൂട്ട്സിനൊക്കെ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വരുന്നത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് കൺസ്ട്രക്ഷന് ശേഷം ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അതായത് നമ്മുടെ അപ്രൂവ് ചെയ്ത പ്ലാനും ലോക്കൽ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടന്നതെന്നാണ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് താമസിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആണെന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്താണ് അതിൻ്റെ പേപ്പർ വർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പ്രോപ്പർട്ടി എന്താണ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. അപ്പം എങ്ങനെ നമുക്ക് അഫോർഡബിലിറ്റി നോക്കാൻ പറ്റും? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റൂളാണ് 3, 20, 30, 40 റൂൾ. അപ്പോൾ എന്താണ് ഈ റൂളിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ കോസ്റ്റ് നമ്മുടെ ആനുവൽ ഇൻകത്തിന് 3 ഇരട്ടിയിൽ കൂടാൻ വേണ്ടി പാടില്ല. അതായത് 3 ഇരട്ടിയുടെ ഉള്ളിലായിരിക്കണം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ കോസ്റ്റ് വരേണ്ടത്. അതുപോലെ തന്നെ മിനിമം നമ്മൾ 40% ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ EMI എന്താണ് CTCയുടെ 30% കുറവായിരിക്കണം. അതായത് 30%ഓ അതിൽ കുറവായിരിക്കണം. അപ്പം അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ എടുക്കുന്ന ലോണ് 20 വർഷത്തിനുള്ളിൽ നമ്മളിവിടെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കോടിയുടെ ഒരു വീട് അല്ലെ 1 കോടിയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റൂൾ പ്രകാരം എങ്ങനെയാണ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മിനിമം 40% നമ്മളിവിടെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യണം. അതപ്പോൾ എന്താണ് 1 CRന്റെ 40% 40 lakh നമ്മളിവിടെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യണം. ബാക്കി 60% നമ്മൾ എന്താണ് ഇവിടെ ലോൺ എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ 60 lakh നമ്മൾ 8%-ൽ 20 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ EMI നമ്മുടെ മന്ത്ലി EMI വരുന്നത് എത്രയാണ്? 50,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു റൂള് പ്രകാരം നമ്മുടെ EMI നമ്മുടെ മന്ത്ലി CTCയുടെ എന്താണ് 30%-നുള്ളിലായിരിക്കണം. ഇനി നമ്മൾക്ക് ഇവിടെ എത്രയാണ് 1 കോടിയുടെ ഒരു വീട് വാങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ 3 ഇരട്ടി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആനുവൽ ഇൻകം എത്രയായിരിക്കണം? നമ്മുടെ ആനുവൽ ഇൻകം ഏകദേശം 33 ലക്ഷം രൂപയുടെ അടുത്തോളം വേണം. അപ്പം അങ്ങനെയാണ് നമ്മുടെ മന്ത്ലി ഇൻകം എത്രയാണ് വരുന്നത്? ഒരു മാസം 2,78,000 രൂപയോളം നമ്മൾ ഈ മന്ത്ലി ഇൻകം നമ്മൾ ഏൺ ചെയ്യണം. അപ്പം ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ EMI വരുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഈ 50,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി ഇൻകത്തിൻ്റെ 18% വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് EMI CTCയുടെ 30%-നുള്ളിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കോടിയുടെ ഒരു വീട് നിങ്ങൾക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാസം കുറഞ്ഞത് എത്രയാണ്? 2,78,000 രൂപ നിങ്ങൾ ഏൺ ചെയ്യണം. അതായത് ഒരു വർഷം നിങ്ങൾ 33 ലക്ഷത്തിൻ്റെ അടുത്തോളം നിങ്ങൾക്ക് ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കോടിയുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഈ റൂൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ ഏതൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാർക്കറ്റിലെ നിലവിലെ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം നമുക്ക് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഇപ്പോഴത്തെ നിലവിലെ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണും കോവിഡിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ Tier 2 അതുപോലെ Tier 3 സിറ്റിയിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ കൂടിയൊക്കെ നമുക്ക് കാണാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രെഡൈ ലേസസ് ഫോറസ്റ്റിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം അതായത് ഇന്ത്യയിലെ 60 സിറ്റീസിൽ അവർ നടത്തിയ റിസർച്ച് പ്രകാരം അവരുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? 2024 റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അക്വയർ ചെയ്ത 3,294 ഏക്കറിൽ 44% Tier 2 അതുപോലെ Tier 3 എമർജിംഗ് ഹബ്സ് ആയിരുന്നു.
അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടയർ 2 അതുപോലെ ടയർ 3 സിറ്റീസ് അതുപോലെ മെട്രോസ് തമ്മിലുള്ള കണക്ടിവിറ്റി ഇമ്പ്രൂവ് ആയതും അതുപോലെ തന്നെ കോവിഡിന് ശേഷം ഇപ്പോൾ ഹൈബ്രിഡ് വർക്ക് കൾച്ചറും വർക്ക് ഫ്രം ഹോം കൾച്ചറൊക്കെ വന്നത് ഹൗസിംഗ് ഡിമാൻഡ് കൂട്ടി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടിക്കൊക്കെ എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലക്ഷറി സ്പേസ് നോക്കാം. അപ്പോൾ ലക്ഷറി അതുപോലെ തന്നെ അൾട്രാ ലക്ഷറി 71% സെയിൽസ് ആണ് ഈ ഒരു സെഗ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ലക്ഷറിയുടെ ഒക്കെ ഡിമാൻഡ് ഇപ്പോൾ കൂടാനുള്ള കാരണം ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്ത് ആണ് ഇതിന് കാരണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DLF ക്യാമ്പലസിൽ ഇപ്പോൾ ന്യൂസിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പല ഫേമസ് പേഴ്സണാലിറ്റീസും ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതായത് ഇവരുടെ 7 സ്റ്റാർ ക്ലബ്, മൂവി തിയേറ്റേഴ്സ്, സലൂൺസ് ഒക്കെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പറയുവാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പിന്റെ ഫൗണ്ടറായ ദീപ് കാൽറ, അതുപോലെ ഡെൻ നെറ്റ്വർക്സിന്റെ ഷമീർ മൻചന്ദ, അസാഗോ ഗ്രൂപ്പിന്റെ ആശിഷ് ഗുർനാനി, അതുപോലെ തന്നെ ബോട്ടിന്റെ കോ ഫൗണ്ടർ അമാൻ ഗുപ്ത പോലത്തെയുള്ള പല ഫേമസ് പേഴ്സണാലിറ്റീസും ക്യാമിലസ് അതായത് DLF ക്യാമിലസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DLF ക്യാമിലസിലെ അൾട്രാ ലക്ഷറി 16,290 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ് 190 കോടിക്ക് ഇൻഫോഎക്സ് സോഫ്റ്റ്വെയർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന് അവർ ഡയറക്ടറായ ഋഷി പാർത്ഥി വഴി സെയിൽ ചെയ്തു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഇപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നതും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ കാരണം റിയൽ എസ്റ്റേറ്റ് സെക്ടറിനൊക്കെ നല്ലൊരു ഗ്രോത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് മീഡിയത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ പല ഫാക്ടേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ ഫീഡ്ബാക്സ് ഒക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.